കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ കൊടുത്ത പരാതികൾ, വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിൽ കൊടുത്ത പരാതികൾ, അവയിൽ കൊടുത്ത പരാതികളുണ്ടല്ലോ, ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് താങ്കൾ പറയില്ലല്ലോ. അതിന്മേൽ വളരെ വൃത്തിക്കും മെനയ്ക്കും അല്ലെങ്കിൽ സുതാര്യമായും നീതിയുക്തമായും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡ്യൂ പ്രോസസ്സിന്റെ ഉദാഹരണം പറയൂ. അതെ, ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയവും അട്ടിമറി മാത്രമാണെന്നാണ്. അപ്പൊ അത് താങ്കളുടെ വളരെ വ്യക്തമായ ഒരു സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞു പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അങ്ങനെ പരാതി കൊടുത്തിട്ട് പരിശോധിച്ച് നീതിയുക്തമായി തീർപ്പുണ്ടാക്കിയ ഒരു സംഗതിയുടെ ഉദാഹരണം പറയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അവിടെ വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതുവരെ കൊടുത്ത പരാതികളിലൊന്നും വ്യംഗ്യാർത്ഥമൊന്നും വേണ്ട, ഡയറക്റ്റായി സംസാരിച്ചാൽ മതി. എന്റെ വ്യംഗ്യാർത്ഥമൊന്നും ഇല്ല. എന്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. 2014, 2019, 2024 ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ എന്താണ്? ജനങ്ങളാകെ കണ്ടിട്ടുള്ള പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ എന്താണ്? അതിന്മേൽ സ്വീകരിച്ച നടപടി എന്താണ്? ഈ ഡ്യൂ പ്രോസസിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്മേൽ സ്വീകരിച്ച നടപടി എന്താണ്? നോക്കൂ, ബീഹാറിൽ 22 ലക്ഷം പേരെ മരിച്ചവരെന്ന് പറഞ്ഞ് വെട്ടി. അതിൽ ആളുകൾ മരിച്ചവർക്ക് എവിടെ പോകേണ്ടി വന്നു? കോടതിയിൽ പോകേണ്ടി വന്നല്ലോ. അപ്പൊ ഈ പ്രോസസ്സൊക്കെ പക്കയായിരുന്നെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരുമായിരുന്നോ? കഴിഞ്ഞ ദിവസം ഹരിയാനയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എല്ലാ രേഖകളും കയ്യിലുണ്ടായിട്ടും ഞങ്ങളെ എടുത്തില്ല പട്ടികയിലേക്ക് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ടെസ്റ്റിമണി പ്രസിദ്ധീകരിച്ചില്ലേ രാഹുൽ ഗാന്ധി? തത്സമയം കൊണ്ടുവന്നില്ലേ? താങ്കൾ പറയുന്നത് എല്ലാം പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട്, അവയെല്ലാം നന്നായി പരിഗണിക്കപ്പെടുമെന്ന്. പരിഗണിച്ചിട്ടേ ഇല്ല ഒരൊറ്റ ഒരെണ്ണം പോലും എന്നാണ് ഞാൻ ആധികാരികമായി പറയുന്നത്. അല്ലെങ്കിൽ താങ്കൾ കൗണ്ടർ ചെയ്യൂ. താങ്കൾ ഇപ്പോൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇന്ന പരാതികൾ കൊടുക്കപ്പെട്ടു, അത് ഇന്ന രീതിയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു പറയണം എന്നുള്ളതാണ്. വളരെ വലിയൊരു പ്രതീക്ഷയാണ് താങ്കൾക്ക് എൻ്റെ നിന്നും ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ അത്തരത്തിലേക്കുള്ള അവകാശം ഇല്ല. എനിക്ക് അല്ലല്ല, ഞാൻ കാതലായ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്തട്ടെ. NDA മുന്നണി ബീഹാറിൽ കഴിഞ്ഞ കാലങ്ങളായി നടത്തി എടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വേണമെങ്കിൽ വിശദമായി സംസാരിക്കുവാൻ സാധിക്കും. അതിന്റെ പേരിലാണ് സാധാരണ ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ഭാവി തലമുറ സുരക്ഷിതമായും വളരെ സന്തോഷപ്രദമായും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വോട്ട് ചെയ്യുകയാണ് ജനങ്ങൾ. വളരെ ടെക്നിക്കലായ ചോദ്യമാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് അല്ലല്ല ബിജു നായർ, ഇതിനകത്തൊരു പ്രശ്നമുള്ള എനിക്കൊരു 2 മിനിറ്റെങ്കിലും താങ്കൾ തരണം. താങ്കൾക്ക് സമയം തരും, തന്നിട്ടേ നിർത്തൂ. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അല്ല, താങ്കൾ പോയിന്റ് സ്കിപ്പ് ചെയ്തു. ആ സ്കിപ്പ് ചെയ്ത പോയിന്റ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, താങ്കൾ തന്നെ പൂർത്തിയാക്കൂ. താങ്കൾ തന്നെയാണ് ചോദ്യം. താങ്കൾ എവിടെ പോവില്ല, താങ്കൾ എവിടെ പോവില്ല. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം, അതായത് പരാതി കൊടുക്കാനുള്ള വിൻഡോസ് എല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടും അത് പരിഗണിക്കാതിരിക്കുന്ന കമ്മീഷനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നു താങ്കൾ. എന്നിട്ട് താങ്കൾ പറയുന്നു അവിടെ ഭരണവിരുദ്ധ വികാരമില്ല, ഭരണ നേട്ടത്തിൽ ജനങ്ങളെല്ലാവരും ഉല്ലാസഭരിതരാണെന്ന്. അത് പറഞ്ഞോളൂ, ഇനിയും പറഞ്ഞോളൂ. പക്ഷേ ഈ പോയിന്റ് സ്കിപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് ഈ മത്സരത്തിലെ പ്ലെയേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പരാതികൾ പരിഗണിക്കാതിരിക്കുന്നത്, അവഗണിക്കുന്നത്? ഒരിക്കലും ഒരു പരാതി ഇല്ലാത്ത ഒരേ ഒരു പാർട്ടിയെ ഇവിടെ ഉള്ളൂ, ആ പാർട്ടി BJP ആണ്. ബാക്കി എല്ലാവർക്കും പരാതിയുണ്ട്. അത് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ പ്രശ്നം ഉണ്ടായാൽ പരാതി BJPക്കില്ല, ബാക്കി എല്ലാവർക്കുമുണ്ട്. ഹരിയാനയിൽ BJPക്ക് പരാതിയില്ല, ബാക്കി എല്ലാവർക്കുമുണ്ട്. മഹാരാഷ്ട്രയിൽ BJPക്ക് മാത്രം പരാതിയില്ല, എല്ലാവർക്കും ഉണ്ട്. എപ്പോഴും അതിന്റെ ഗുണഭോക്താവും അതിലെ സന്തോഷവാനും BJP ആണ്. അത് വിശദീകരിക്കാൻ താങ്കൾ കഴിയുമെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് കഴിയില്ല. കാരണം കമ്മീഷന് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യം താങ്കൾക്ക് എങ്ങനെ പറ്റും? പക്ഷെ ഒരു ചോദ്യം ചോദിക്കണമല്ലോ എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിഷാദ് വളരെ കൃത്യമാണ്. ഇത് ഞാൻ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. BJPക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പല കാര്യങ്ങളെക്കുറിച്ചും വോട്ടർ പട്ടികയെക്കുറിച്ചും എല്ലാം പരാതികളുണ്ട്. ഡ്യൂ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും.